നോക്കിയിട്ടും ദേവൻ വരാതിരുന്നത് അവളിൽ ഭയം നിറച്ചു. ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്നത് അവളിലെ ഭയം ഇരട്ടിയാക്കി. സമയം വീണ്ടും കടന്നുപോയി. യാമി വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. ഇത്രയും നേരം റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അത് കേട്ട് അവളിൽ അസ്വസ്ഥത നിറഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ താഴേക്ക് നടന്നു. പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ വാതിലിനടുത്തേക്ക് പാഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കാറിന്റെ ഡോറിൽ പിടിച്ചിറങ്ങുന്ന ദേവനെ കണ്ട് അവൾ പേടിച്ചു. കാലും നിലത്തുറയ്ക്കുന്നില്ല. വീഴാൻ പോകുന്നു എന്ന് കണ്ടതും അവൾ അവനടുത്തേക്ക് ഓടി അവനെ താങ്ങി. അവന്റെ ഭാരം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ മുകളിലേക്ക് എത്തിച്ചു. എന്തൊക്കെയോ പറയുന്നുണ്ട്, നാവ് കുഴയുന്നത് കൊണ്ട് വ്യക്തമല്ല. പതിയെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം അവൾ ദീർഘനിശ്വാസം വിട്ടു. കാലിലെ ഷൂസും സോക്സും അഴിച്ചു മാറ്റി. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു നോക്കി. ചാർജ് തീർന്ന് ഓഫായതാണെന്ന് മനസ്സിലാക്കി ചാർജിൽ വെച്ചു. കുഴഞ്ഞ ശബ്ദത്തിൽ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. നേരെ കിടത്തി പുതപ്പ് മൂടിക്കൊടുത്തു. അടുത്തേക്കിരുന്ന് തലയിൽ തഴുകി. എന്തിനാ ദേവേട്ട ഇങ്ങനെ സ്വയം ഒരുക്കുന്നത്? എന്തിനാ? അവൾ നോവോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. യാമേ, അവൻ നേർത്ത സ്വരത്തിൽ വിളിച്ചു. സോറി, അവൻ കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പാതിയടഞ്ഞ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ഇരുന്നു. നീ എന്തിനാ അയാളുടെ മോളായത്? ഈ പ്രാവശ്യം യാമി അറിയാതെ ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ട് അവനും കുഴഞ്ഞുകൊണ്ട് ചിരിച്ചു. യാമി, അവൻ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. മറുപടി ഒന്നുമില്ലാതെ അവനെ നോക്കി അവളിരുന്നു. അവൻ്റെ അവസ്ഥ അവളെ കൂടുതൽ വേദനിപ്പിച്ചു. സമാധാനത്തോടെ ഇറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഹെഡ് റെസ്റ്റിലേക്ക് ചാഞ്ഞു. ഏറെ നേരം മനസ്സിനെ ചിന്തകൾക്ക് വിട്ടുകൊടുത്തു. അസഹ്യമായ തലവേദനയുമായാണ് ദേവൻ പിറ്റേന്നുണർന്നത്. ഇന്നലെ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്ന് ഓർത്തു നോക്കി. ഒന്നും ഓർമ്മയില്ല. പബ്ബിൽ പോയതും കുറച്ചധികം കഴിച്ചതും മാത്രം ഓർമ്മയുണ്ട്. തിരികെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് പതറിപ്പോയിരുന്നു. വീട്ടിലെത്തിയതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അവൻ കൈ തലയിൽ ചേർത്തുകൊണ്ട് എഴുന്നേറ്റിരുന്നു. തൊട്ടടുത്ത് ചാരിയിരുന്ന് ഉറങ്ങുന്ന യാമിയെ അപ്പോഴാണ് അവൻ കണ്ടത്. അവളായിരിക്കും ഇവിടെ വരെ എത്തിച്ചത് എന്ന ചിന്ത അവനിൽ ഉണർന്നു. അതിൻ്റെ കൂടെ ഇന്നലെയുണ്ടായ സംഭവങ്ങളും നിറഞ്ഞു. രാത്രിയിലെ ഉറക്കമൊഴിഞ്ഞതിലുള്ള ക്ഷീണം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കോളേജിൽ ലീവ് വിളിച്ചറിയിച്ചു. ലേറ്റായിട്ടാണെങ്കിലും ദേവൻ ഓഫീസിൽ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിഞ്ഞ് വെറുതെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ഓടിപ്പിടഞ്ഞെത്തുന്നതിന് മുൻപേ കട്ടായിരുന്നു. ഭവ്യയുടെ കോളാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. തിരികെ വിളിച്ചപ്പോൾ ആദ്യത്തെ ബെല്ലിൽ തന്നെ ഭവ്യ അറ്റൻഡ് ചെയ്തു. എന്താ പതിവില്ലാതെ ലീവൊക്കെ എടുത്തേ? ഭവ്യയുടെ ചോദ്യമായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു ചേച്ചി. ഇതാ ഇപ്പോഴാവും തല പൊക്കിയത്. ക്ഷീണോ? യാമി, എല്ലാം ഓക്കെ ആയോ? കുസൃതി ചിരിയോടെ ഭവ്യ ചോദിച്ചത് കേട്ട് അവൾ മറുപടി എന്തു പറയണമെന്നറിയാതെ നിന്നു. ചേച്ചിക്ക് ഫ്രീ പീരീഡ് ആണോ? അതെ, അടുത്ത പീരീഡ് ഉണ്ട്. അവൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് തോന്നിയതിനാൽ ഭവ്യ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. കുറച്ചു നേരം കൂടി മറ്റു കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അവർ ഫോൺ വെച്ചത്. വൈകുന്നേരം നീതുവും ജിത്തുവും വന്നതിന് ശേഷം എല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിൽ പോയി. വിവാഹത്തിന് മുൻപ് എപ്പോഴും വന്നു പോകുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ചേറെയായി ഇവിടേക്ക് വന്നിട്ട്. ചെറുവിരലിൽ തൂങ്ങി നടക്കുന്ന കിച്ചൂട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ആലോചിച്ചു. ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവളുടെ കൂടെയായി ദേവുമുണ്ട്. തൊട്ടു പിന്നിലായി മായയും, അതിനു പിന്നിലായി നീതുവും ജിത്തുവും. ഇതിലൊന്നും പെടാതെ അവിടെയുള്ള തരുണീമണികളെ വായി നോക്കിക്കൊണ്ട് ആദിയും നടന്നു. പടിക്കെട്ടിനടുത്തുള്ള ആൽമരം തത്തകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. തൻ്റെ കുഞ്ഞിക്കണ്ണുകളിൽ കൗതുകം നിറച്ച് അവയെ വീക്ഷിച്ചുകൊണ്ടാണ് കിച്ചൂട്ടൻ്റെ നടപ്പ്. അവൻ്റെ കണ്ണിൽ മാറി മാറി വിരിയുന്ന ഭാവങ്ങൾ കണ്ട് യാമിയിൽ വാത്സല്യം നിറഞ്ഞു. പടിക്കെട്ടുകൾ കയറാൻ അവന് പാടായതുകൊണ്ട് അവനെ എടുക്കാനായി യാമി കൈ നീട്ടി. എന്നാൽ അതിനു മുൻപേ ആദിയുടെ കൈകൾ അവനെ സ്വന്തമാക്കി. അവനെയും എടുത്ത് മുന്നിലൂടെ പോകുന്ന ആദിയെ നോക്കി അവരും നടന്നു. കുട്ടിയെ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ കാണാനേ ഇല്ലല്ലോ. പടിക്കെട്ട് കയറുമ്പോൾ എതിരെ ഇറങ്ങി വന്ന ഒരു സ്ത്രീ അവളെ കണ്ടു പറഞ്ഞു. തിരിച്ചൊന്നും പറയാതെ പരിചയഭാവത്തിൽ അവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ പടിക്കെട്ടുകൾ കയറാൻ തുടങ്ങി. ഇതാരാ, അനുജതിയാണോ? അവളുടെ കൂടെ വന്ന ദേവുവിനെ ചൂണ്ടി അവർ ചോദ്യങ്ങൾ തുടർന്നു. അതെ,
കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ധൃതിയിൽ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ദേവിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ദേവന്റെ മുഖമായിരുന്നു. ഉള്ളിലെ വിഷമങ്ങളുടെ കെട്ടഴിക്കുമ്പോൾ അതിൻ്റെ ഫലമായി പൊഴിഞ്ഞ മിഴിനീരിനെ ആരും കാണാതെ തുടച്ചു നീക്കി. തിരികെ പടിക്കെട്ടുകൾ ഇറങ്ങാൻ നേരം ആൽമരച്ചുവട്ടിലായി നേരത്തെ കണ്ട സ്ത്രീ ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നു. ചേച്ചിക്ക് അവരെ എങ്ങനെയാ പരിചയം? ദേവുവിൻ്റെ ചോദ്യത്തിൽ നിന്നും അവളും അവരെ കണ്ടു എന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എന്നെ ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുത്തു. ദേവു ഒന്ന് മൂളിക്കൊണ്ട് നടന്നു. അവർ ആൽമരത്തിനടുത്ത് നിന്ന് യാമിക്കും ദേവുവിനും അടുത്തേക്ക് നടന്നു. സംതിങ് ഫിഷി. ദേവു പുരികം ചുളിച്ചുകൊണ്ട് അവരുടെ വരവ് നോക്കി യാമിയുടെ ചെവിയിലായി പറഞ്ഞു. യാമിക്കും അത് തോന്നിയിരുന്നു. അവൾ പിറകിലേക്ക് നോക്കി. അമ്മയും അച്ഛനും പടിക്കെട്ടിറങ്ങി വരുന്നതേ ഉള്ളൂ. മോളെ, ഞാൻ മോളെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെയോ? എന്താ? അവൾ സംശയത്തോടെ ചോദിച്ചു. ആരാ മോളെ ഇത്? പിന്നിൽ നിന്ന് വന്ന മായ അവളോട് ചോദിച്ചു. ഇവിടെ വെച്ച് കണ്ടു പരിചയമുണ്ടമ്മേ. അവൾ പറഞ്ഞത് കേട്ട് മായ അവരെ ഒന്ന് നോക്കി ചിരിച്ചു. ഇത് അമ്മയാണോ? ഞാൻ ലളിത. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. മോളെ ഞാൻ മിക്കവാറും ഇവിടെ വെച്ച് കാണാറുണ്ട്. അവർ നോൺ സ്റ്റോപ്പ് പോലെ പറയുന്നത് കേട്ട് മായ അതിശയിച്ചു. ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എനിക്കൊരു മകനാണ്. അവൻ ദുബായിൽ എഞ്ചിനീയറാണ്. യാമിനി മോളെ ഞങ്ങൾക്ക് തരാമോ? അവർ വീണ്ടും ശ്വാസം വിടാതെ പറഞ്ഞത് കേട്ട് ദേവു ചിരിയടക്കി. മായയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. യാമി മാത്രം കണ്ണ് തള്ളി നിൽക്കുകയാണ്. എന്തേ ഒന്നും പറയാത്തത്? നിശബ്ദമായി നിൽക്കുന്ന മായയെ കണ്ട് അവർ ചോദിച്ചു. ആൻറ്റി, ചേച്ചിയുടെ കല്യാണം ഒരു വട്ടം കഴിഞ്ഞതാ. ദേവു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പകച്ചു നിൽക്കുന്ന അവരെ നോക്കി. ആണോ? ക്ഷമിക്കണം, അന്ന് പരിചയപ്പെട്ടപ്പോൾ മോൾ അതൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കരുതി. ചമ്മിയ മുഖഭാവത്തോടെ അവർ പറഞ്ഞൊപ്പിച്ചു. ഏയ്, അതൊന്നും സാരമില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. എനിക്ക് 3 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ്. രണ്ടാമത്തെ ആളുടെ ഭാര്യയാണ് യാമി. മായ അവളെ ഒന്നുകൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. വാടിയ മുഖവുമായി നിൽക്കുന്ന അവരോട് കുറച്ചുനേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് അവർ തിരികെ പോന്നത്. ദേവ, നീ അറിഞ്ഞോ? അത്താഴം കഴിക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ ചോദ്യം. അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ദേവൻ ആഹാരത്തിൽ നിന്ന് തലയുയർത്തി നോക്കി. എല്ലാവരുടെയും മുഖത്ത് ചിരി പടരുന്നത് അവൻ മാറി മാറി നോക്കി. ജിത്തുവിനോട് കണ്ണുകൊണ്ടെന്തോ പറയുന്ന യാമിയിൽ അവൻ്റെ കണ്ണുകൾ എത്തി നിന്നു. യാമിക്കൊരു പ്രപ്പോസൽ. പയ്യൻ ദുബായിലാണ്. പറയുന്നതിനോടൊപ്പം അവിടെ കൂട്ടച്ചിരി ഉയർന്നു. ജിത്തു പറഞ്ഞത് കേട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ദേവന്റെ നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ച് അസ്വസ്ഥത മാറ്റുമ്പോഴും അവൻ്റെ കണ്ണുകൾ ജിത്തുവിനെ നോക്കി കണ്ണുരുട്ടുന്ന അവളിൽ തറച്ചു നിന്നു. ദേവേടൻ ടെൻഷനൊന്നും ആകണ്ട. ദേവു കളിയാക്കി പറഞ്ഞത് കേട്ട് അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. നീ കഴിക്കുന്നില്ലേ? അവൻ എഴുന്നേറ്റത് കണ്ട് കൃഷ്ണദേവ് ചോദിച്ചു. എനിക്ക് മതി പറഞ്ഞുകൊണ്ട് അവൻ വാഷ് ബേസിനടുത്തേക്ക് നടന്നു. പോകുന്ന വഴിക്ക് യാമിയെ കടിപ്പിച്ചു നോക്കാനും മറന്നില്ല. മോള് കഴിക്ക്, അവൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാ. വാടിയ മുഖവുമായി അവൻ പോകുന്നത് നോക്കിയിരിക്കുന്ന അവളോടായി മായ പറഞ്ഞു. ബെഡിൽ മലർന്നു കിടന്ന് കൈ തലയ്ക്ക് താങ്ങായി വെച്ച് ആലോചനയിലാണവൻ. അവൾക്ക് പ്രപ്പോസല്. അവൻ്റെ സുന്ദരമായ മുഖത്ത് കുഞ്ഞു കുശുമ്പ് വിരിഞ്ഞു. യാമി വന്ന് ഡോർ ലോക്ക് ചെയ്ത് ശബ്ദം കാതിൽ പതിച്ചപ്പോഴാണ് ചിന്തകളിൽ നിന്നും അവൻ മുക്തനായത്. അവൻ്റെ മുഖത്തെ ഭാവം അവളും കണ്ടിരുന്നു. ഡ്രസ്സുകൾ മടക്കുന്നതിനിടയിലും അവൾ അവനെ ഒന്ന് പാളി നോക്കി. അവൻ്റെ മുഖത്തെ വിരിഞ്ഞ ഭാവം അവൾക്ക് പുതിയതായിരുന്നു. അതവൾ നന്നായി ആസ്വദിച്ചു. ദുബായിൽ അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട ഞാനായിരുന്നു. അവൾ പരിതപിച്ചുകൊണ്ട് അവൻ കേൾക്കാനായി പറഞ്ഞു. വെറുതെ ഫോണിൽ നോക്കിയിരുന്ന ദേവൻ അത് വ്യക്തമായി കേട്ടിരുന്നു. അവൻ്റെ മുഖത്തെ ഭാവം അവൾ നോക്കിക്കണ്ടു. ഇങ്ങനെ ജീവിക്കാനായിരിക്കും എൻ്റെ വിധി. അവൾ വീണ്ടും പറഞ്ഞത് കേട്ട് മുഷ്ടി ചുരുട്ടി അവൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. സ്വന്തം ശ്രദ്ധ മാറ്റാനായി അവൻ ടേബിളിലെ ഫസ്റ്റ് ഡ്രോയർ തുറന്ന് അതിൽ നിന്നും ഒരു ഫയൽ എടുത്തു മറിച്ചു. എന്നാലും ദുബായ്, അവൾ പറഞ്ഞു തുടങ്ങിയത് കേട്ട് ദേഷ്യത്തോടെ കയ്യിലിരുന്ന ഫയൽ വലിച്ചെറിഞ്ഞ് അവൻ അവൾക്കടുത്തേക്ക് നടന്നു. വേണ്ടായിരുന്നു, അടി കൊള്ളാനുള്ള ആരോഗ്യം തീരെയില്ല. അവൻ്റെ ഭാവം കണ്ട് അവൾ സ്വയം പഴിച്ചുകൊണ്ട് പിന്നിലേക്ക് നടന്നു. ദുബായിൽ നിന്റെ ആരാടി? അവൻ തെറിയഭിഷേകം തുടങ്ങിയിരുന്നു. കൂ എന്നൊരു ശബ്ദം മാത്രമായിരുന്നു അവളുടെ കാതിൽ നിറഞ്ഞു നിന്നത്. തെറി പറഞ്ഞ അവനും കേട്ട് അവളും വല്ലാതെ ക്ഷീണിച്ചു. സത്യം പറ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ഫ്രം US തന്നെയാണോ? അതോ വല്ല കൊടുങ്ങല്ലൂരിൽ നിന്നെങ്ങാനും ആണോ?
അവൾ ക്ഷീണത്തോട് ചോദിച്ചു. അത് നിന്റെ തൊന്ത. എൻ്റെ അപ്പായെ പറഞ്ഞാലുണ്ടല്ലോ. അവളിലെ മകൾ സടകുടഞ്ഞെഴുന്നേറ്റു. പറയും, ഇനിയും പറയും. പിന്നെ വലിയ മഹാനല്ലേ അയാൾ. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ പോയേ. അവളുടെ അപ്പായെക്കുറിച്ച് പറയുമ്പോൾ അവനിലെ ദേഷ്യത്തിൻ്റെ ഭാവം പോലും മാറുന്നത് അവൾ അറിഞ്ഞു. തിരിച്ചൊന്നും പറയാനില്ലാതെ അവൾ നിന്നുപോയി. എല്ലാം ചോദിച്ചു വാങ്ങി, തൃപ്തിയായില്ലേ? ഇനി പോയി ഉറങ്ങാം, അവൾ ആത്മകഥം പറഞ്ഞു. ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ഓരത്തായി കയറിക്കിടന്ന അവളെ കണ്ട് അവനിൽ വിജയച്ചിരി പടർന്നു. ദിവസം കഴിയുന്തോറും അവളിലെ വാക്കുകൾക്ക് പോലും ശക്തി കൂടുന്നതായി അവന് തോന്നിയിരുന്നു. പക്ഷേ അതും തനിക്ക് പ്രിയപ്പെട്ടതാണ്. രാവിലെ കോളേജിലേക്ക് പോകാനുള്ള തിരക്കിനിടയിലാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഐഷു ആയിരുന്നു. സാരി അയൺ ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ട് കോൾ എടുത്തവൾ ലൗഡ് സ്പീക്കറിലിട്ടു. എന്താടി രാവിലെ? എടി, ഞാൻ അടുത്ത വീക്ക് പോകുക. ലൗഡ് സ്പീക്കറിലായതുകൊണ്ട് ഐഷു പറഞ്ഞത് ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയ ദേവനും കേട്ടിരുന്നു. എവിടേക്ക്? യാമി അവളുടെ ജോലി തുടർന്നുകൊണ്ട് ചോദിച്ചു. ദുബായിക്ക്. ഐഷുവിൻ്റെ മറുപടിയുടെ പിന്നാലെ ശക്തിയിൽ ഡോർ അടഞ്ഞ ശബ്ദം കേട്ട് യാമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ദേവനെ കണ്ട് ഇന്നലെ നടന്നതൊക്കെ ഓർമ്മയിൽ നിറഞ്ഞു. അവൾ ഫോൺ വേഗം ലൗഡ് സ്പീക്കറിൽ നിന്ന് മാറ്റി. ഐഷുവിനോട് തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അയൺ ബോക്സ് ഓഫാക്കിയിട്ട് അവൾ സ്ഥലം വിട്ടു. റൂമിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദിയെ യാമി ശ്രദ്ധിച്ചിരുന്നു. ഷൂലേസ് കെട്ടുന്ന ദേവനെ ഒന്ന് നോക്കിയിട്ട് അവൾ ആദിയുടെ അടുത്തേക്ക് നടന്നു. എന്താ ഒരു കള്ളലക്ഷണം? അവൾ കൈ കെട്ടിക്കൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് ചോദിച്ചു. ദേവേട്ടനോടൊരു കാര്യം പറയാൻ. ഇളിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ദേവൻ പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അവനെ കണ്ട് എന്താണെന്ന അർത്ഥത്തിൽ ദേവൻ നോക്കി. യാമി അകത്തേക്ക് കയറി ബാഗും ഫോണും എടുത്തു പോകാനായി ഇറങ്ങി. ഏട്ടാ, ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറിൻ്റെ കമ്പനിയാണ്. ആദി ദേവനോട് പറഞ്ഞത് യാമിയും കേട്ടിരുന്നു. എവിടെയാ? ഡീറ്റെയിൽസൊക്കെ നോക്കിയോ നീ? ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു. ദുബായിലാണ് ഏട്ടാ, നല്ല കമ്പനിയാണ്. അത് കേട്ട് യാമി ഞെട്ടി. നൈസ്, എൻ്റെ കുഞ്ഞേ, നിനക്ക് ഇന്ന് തന്നെ ഇത് വന്ന് പറയണമായിരുന്നോ? അവൾ ദയനീയ ഭാവത്തിൽ ആദിയെ നോക്കി. ഒന്നും പറയാതെ നിൽക്കുന്ന ദേവനെ കണ്ട് ആദി സംശയിച്ചു. ആദിയുടെ ഭാഗ്യമെന്ന് പറയാം. അതേ സമയത്ത് ദേവന്റെ ഫോൺ റിങ് ചെയ്തു. അവൻ കോൾ കണക്ട് ചെയ്ത് ബാൽക്കണിയിലേക്ക് നടന്നു. യാമി ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കൂ ആദി, അവൻ്റെ ചെവിക്ക് അടുത്തായി നിന്ന് യാമി പറഞ്ഞു. അതെന്താ? അവനും സ്വകാര്യം പോലെ അവളോട് ചോദിച്ചു. അതങ്ങനെയാ. ഇന്നലെ രാത്രി തൊട്ട് ദുബായ് എന്ന് കേൾക്കുമ്പോൾ ചുവപ്പ് കണ്ട പോത്തിനെ പോലെയാണ് നിന്റെ ഏട്ടൻ. ആണോ എന്ന ഭാവത്തിൽ ആദി അവളെ ഒന്ന് നോക്കി. ഏട്ടൻ ചോദിച്ചാൽ ഞാൻ ചുമ പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി. ഫോൺ വിളി കഴിഞ്ഞ് ദേവൻ വരുന്നത് കണ്ട് യാമിയോട് പറഞ്ഞ് തിരികെ അവൻ്റെ റൂമിലേക്ക് നടന്നു. എല്ലാം ചെറുതായിട്ട് ഓടി. മറ്റൊന്നും തിരക്കാതെ സ്ഥലം വിട്ട ആദിയെ കണ്ട് ചിരിയോടെ അവൾ താഴേക്ക് നടന്നു. ആദി അവളോട് എന്തോ പറഞ്ഞിട്ട് പോകുന്നത് ദേവനും കണ്ടിരുന്നു. കൂടുതൽ ആലോചിച്ചു നിൽക്കാൻ സമയമില്ലാത്തതിനാൽ അവനും താഴേക്ക് പോയി. ആദി എന്താ പറഞ്ഞത്? കാറിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദേവന്റെ ശബ്ദം അവിടെ നിറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ പ്രാങ്ക് ആണെന്ന് പറയണോ എന്ന് ആലോചിച്ച് അവൾ ഇരുന്നു. നിന്നോടാണ് ചോദിച്ചത്. അവൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. പറയാൻ എനിക്ക് സൗകര്യമില്ല, അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മിഴി നട്ടു. ദേവൻ അവളുടെ പ്രതികരണത്തിൽ അതിശയിച്ചില്ല. അവളെ ഒന്ന് നോക്കിയതല്ലാതെ അവനൊന്നും പറഞ്ഞില്ല. കോളേജിന് മുന്നിൽ അവളെ ഇറക്കിയിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് പോയി. അങ്ങോട്ടെന്തെങ്കിലും ചോദിച്ചാൽ പറയാറില്ലല്ലോ. ഇനി ഞാനും അങ്ങനെ തന്നെയാണ്. പിറുപിറുത്തുകൊണ്ട് സ്റ്റാഫിലേക്ക് കയറുന്ന യാമിയെ കണ്ട് ഭവ്യ ചിരിച്ചു. എന്താടി ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് വരുന്നത്? ഭവ്യ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഓ, അത് എൻ്റെ ഭർത്തുവിൻ്റെ ഓരോരോ ലീലാവിലാസങ്ങൾ, അവൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നീ വാ, നമുക്ക് ഫസ്റ്റ് അവർ ലാബാണ്. ചിരിയോടെ ഭവ്യ പറഞ്ഞത് കേട്ട് യാമി ബാഗ് ടേബിളിൽ വെച്ചതിന് ശേഷം ഭവ്യയുടെ കൂടെ നടന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ദേവന്റെ ഒളിച്ചുകളി അതുപോലെ തന്നെ മുന്നോട്ട് പോയി. യാമി മിക്കവാറും ഇപ്പോൾ ബസ്സിലാണ് തിരികെ പോകുന്നത്. ദേവന് വൈകുന്നേരങ്ങളിൽ തിരക്ക് കാണും. അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ദേവൻ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ സ്റ്റോപ്പിലിറങ്ങിയിട്ട് സായാഹ്ന സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടക്കും. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോഴേ മായയുടെ വകയായി ആദിയെ വിളിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ശകാരം കേൾക്കാം. ഇന്നും അതുപോലെ മായയുടെ വഴക്കൊക്കെ കേട്ടിട്ട് മുകളിലേക്ക് പോയി ഫ്രഷായി വന്നു. നല്ല മൊരിഞ്ഞ പഴംപൊരി ചൂടെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് മായ. മോളെ, നാളെ തൊട്ട് നവരാത്രി വ്രതം തുടങ്ങിയാണ്. ഞാൻ എല്ലാ വർഷവും 9 ദിവസവും വ്രതം എടുക്കാറുണ്ട്.
അവസാനത്തെ പഴംപൊരിയും എണ്ണയിൽ നിന്ന് എടുത്തുകൊണ്ട് മായ പറഞ്ഞു. എങ്കിൽ ഞാനും എടുക്കുന്നുണ്ടമ്മേ. പ്ലേറ്റിൽ നിന്ന് ഒരു പഴംപൊരി എടുത്തുകൊണ്ട് സ്ലാബിലേക്ക് ഇരുന്നവൾ പറഞ്ഞു. അതുമാത്രമല്ല, വിദ്യാരംഭമല്ലേ, കിച്ചൂട്ടിനെ എഴുത്തിനിരുത്തണം. കപ്പിലേക്ക് ചായ പകർന്നുകൊണ്ട് മായ പറഞ്ഞു. മോളെ, വ്രതം എടുക്കുന്ന കാര്യം ദേവനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി കേട്ടോ. മായ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ അങ്ങനെയൊന്നുമില്ല അമ്മേ. മുഖത്തെ തെളിച്ചം മങ്ങാതിരിക്കാൻ ശ്രമപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾക്ക് അത്രയും സമാധാനമായിരിക്കും, അവൾ ആത്മകഥം പറഞ്ഞു. പഴംപൊരി ആസ്വദിച്ച് കഴിക്കുന്ന അവളെ നോക്കി മായ പുഞ്ചിരി തൂകി. വ്രതമെടുക്കുന്നതിനാൽ ദേവുവിൻ്റെ മുറിയിലേക്ക് മാറാൻ മായ നിർദ്ദേശിച്ചിരുന്നു. രാത്രി ആഹാരം കഴിഞ്ഞ് യാമി നേരെ റൂമിലേക്ക് പോയി. അവൾക്ക് ആവശ്യമായുള്ള സാധനങ്ങളെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോഴാണ് ദേവൻ റൂമിലേക്ക് വന്നത്. അവളെയും കയ്യിലുള്ള സാധനങ്ങളെയും കണ്ട് അവനിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. എങ്ങോട്ടാണവോ ഈ രാത്രി? പുച്ഛത്തോടെയാണെങ്കിലും അറിയാനുള്ള ആകാംക്ഷയിൽ അവൻ ചോദിച്ചു. ഉഗാണ്ട വരെ. എന്താ, വരുന്നോ? അവൻ്റെ പുച്ഛം തീരെ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ പറഞ്ഞു. ആഹാ, ഫാമിലി വിസിറ്റിംഗ് ആയിരിക്കും അല്ലേ? ആ അതെ, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ. ചിരിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി അവൻ അത്ര രസിച്ചില്ല. അവൻ്റെ മുഖഭാവം മാറുന്നത് കണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ പുച്ഛം വാരി വിതറിക്കൊണ്ട് അവൾ ദേവുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഉപ്പേരി പോലുള്ള അവളുടെ മറുപടി അവനെ ചൊടിപ്പിച്ചിരുന്നു. അന്ന് ആദ്യമായി യാമിയെ കണ്ടതും അവളുമായി വാപ്പോര് നടത്തിയതുമൊക്കെ അവൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു. ലാപ്പിന് മുന്നിലായി ഇരിക്കുന്നെങ്കിലും അവൻ അതിലൊന്നും ശ്രദ്ധിക്കാനായില്ല. അവളുടെ പ്രവൃത്തി അവനെ വട്ടുപിടിപ്പിച്ചിരുന്നു. എന്തിനാണ് അവൾ റൂം മാറിയത്? എന്താണ് കാര്യമെന്നറിയാതെ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ രണ്ടും കൽപ്പിച്ച് ദേവുവിൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ തട്ടാനായി കൈ ഉയർത്തിയതും സ്റ്റെപ്പ് കയറി വരുന്ന ആദിയെ കണ്ടു. ആദ്യം അവനെ കണ്ടു എന്നത് അവനിൽ പതർച്ച നിറച്ചു. എന്താ ഒരു കള്ളലക്ഷണം? ആദി അവൻ്റെ പതർച്ച മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് കള്ളലക്ഷണം? ഞാൻ വെറുതെ. മനസ്സിലായി, യാമി ചേച്ചിയെ കാണാൻ ഇറങ്ങിയതാണല്ലേ? അല്ല. പ്രത്യേക താളത്തിൽ ആദി ചോദിച്ചത് കേട്ട് അവൻ്റെ വാക്കുകൾ ഇടറി. വ്രതം കഴിയാതെ ഇനിയൊരു രക്ഷയുമില്ല ഏട്ടാ. അവൻ്റെ മുഖത്ത് ചോദ്യഭാവം നിറഞ്ഞു. എങ്കിലും ആദ്യം പറഞ്ഞത് കേട്ട് അവന് സമാധാനമായി. അവൾ പിണങ്ങിയൊന്നും പോയതല്ലല്ലോ എന്നൊരാശ്വാസം അവനിൽ നിറഞ്ഞു. ആദ്യ റൂമിലേക്ക് നടന്നതിന് പിന്നാലെ അവനും റൂമിലേക്ക് പോയി. ദേവന്റെ കണ്ണുകൾ ബെഡിനോരത്തായി പതിഞ്ഞു. ഒഴിഞ്ഞു കിടക്കുന്ന തൻ്റെ ഇടതുഭാഗത്തേക്ക് കണ്ണുകൾ പായിക്കുമ്പോൾ ഉള്ളിലായി ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. കണ്ണിന് നേരെ കണ്ടാൽ വഴക്കും ദേഷ്യവുമായി നടക്കുമെങ്കിലും ഒരു നിമിഷം പോലും അവൾ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലാണ്. അവളുടെ മണമുള്ള തലയിണയിൽ മുഖം പൂഴ്ത്തി അവൻ കിടന്നു. തൊട്ടടുത്ത മുറിയിലെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തന്നെ ചുറ്റിപ്പിടിച്ചുറങ്ങുന്ന ദേവുവിൻ്റെ കൈകളിൽ അവൾ പതിയെ തഴുകി. അവൾക്ക് ദച്ചുവിനെ ഓർമ്മ വന്നു. അവളെ ചുറ്റിപ്പിടിച്ചുറങ്ങിയ രാത്രികൾ ഓർത്തു. കൺകോണിലായി ഉതിർന്നിറങ്ങിയ മിഴുനീരിനെ ഒഴുകിയിറങ്ങാൻ അനുവദിക്കാതെ അവൾ തുടച്ചു നീക്കി. പലവിധ ചിന്തകളുമായി അവൾ കിടന്നു. അവളുടെ മിഴികൾ പാതി തുറന്ന ജനലഴികളിലൂടെ പുറത്തേക്ക് നീണ്ടു. പുറത്തുനിന്നൊരു മിന്നാമിനുങ്ങ് ജനലിലൂടെ അകത്തേക്ക് കടന്നു. ഇണയെ ആകർഷിക്കാനായാണ് അത് പ്രകാശം പരത്തുന്നത്. ദേവനെ ആകർഷിക്കാനായി നീയും എന്തെങ്കിലും ചെയ്തു നോക്കിയാലോ യാമി? ഒരു ദിവസം സ്റ്റാഫ് റൂമിലിരുന്ന് ഭവ്യ പറഞ്ഞത് അവൾ ഓർത്തെടുത്തു. അന്നത് കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നു. മിന്നാമിനുങ്ങിന്റെ സഞ്ചാരപാത അവളുടെ മിഴികളും പിന്തുടർന്നു. ദേവവും യാമിയും പിറ്റേന്ന് സൂര്യോദയത്തിനു മുന്നേ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിലേക്ക് പോയി. നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിച്ചു. വ്രതം ആരംഭിച്ചു. നീണ്ട 9 ദിവസത്തെ വ്രതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ദേവനുമായുള്ള കൂടിക്കാഴ്ച കഴിവതും അവൾ ഒഴിവാക്കിയിരുന്നു. ദേവനെ അത് നന്നായി ബാധിച്ചിരുന്നു. അവനിൽ നിന്ന് മാറി നടക്കുന്നതും അവൻ്റെ ചോദ്യങ്ങൾക്ക് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടുള്ള അവളുടെ മറുപടിയും അവനിൽ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ അവനെ ഒഴിവാക്കുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ അവൻ്റെ പ്രതികരണം അറിയുക എന്നതായിരുന്നു ലക്ഷ്യം. അവനെ അവോയ്ഡ് ചെയ്ത് നടന്നുകൊണ്ട് അവനെ നിരീക്ഷിക്കുക എന്നതായിരുന്നു അവളുടെ ഡ്യൂട്ടി. നമ്മൾ പെൺപിള്ളേർക്കുള്ളൊരു പ്രത്യേക കഴിവാണത്. പരീക്ഷിക്കാനുള്ള ബുദ്ധിയുടെ ഉറവിടം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഭവ്യചേച്ചി തന്നെ. അതിലവൾ ഏകദേശം വിജയം കൈവരിച്ചിരുന്നു. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പൊടുവിൽ ആ ദിവസം വന്നെത്തി. കിച്ചൂട്ടനെ എഴുത്തിനായി ഇരുത്തുന്ന ദിവസം കൂടിയായതിനാൽ വടക്കേടത്ത് തിരക്കുകൾ അധികമായിരുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിലാണ് കിച്ചുവിനെ എഴുത്തിനിരുത്തുന്നത്. ദേവന് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസം മാനിച്ച് അവനും എതിരു പറഞ്ഞില്ല.
അങ്ങനെ കിച്ചൂട്ടിൻ്റെ വിദ്യാരംഭം വളരെ ഭംഗിയായി നടന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് മായയും പിള്ളാരും ചെറിയ രീതിയിൽ സദ്യ ഒരുക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കാനായി പോയി. യാമിയും ദേവുവും ഒന്നും രണ്ടും മൂന്നും പറഞ്ഞ് ഹാളിൽ തന്നെ കൂടി. പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവർ പുറത്തേക്കിറങ്ങി. വൈറ്റ് കളർ ടാറ്റ ടിയോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ട് യാമിയുടെ മുഖം കടുത്തു. ഇതെന്തോത്തിന് ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? പുച്ഛം നിറച്ചുകൊണ്ട് ദേവു യാമിയുടെ ചെവിയിൽ പറഞ്ഞു. ഇത് എനിക്കുള്ള പണിയാണ് ദേവു, ഇവളെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോവൂ. യാമി പറഞ്ഞത് കേട്ട് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ ദേവുവിൻ്റെ കൈകളിലേക്ക് അഞ്ജു പിടിച്ചിരുന്നു. എന്താ ദേവു ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവൾ ചോദിച്ചുകൊണ്ട് യാമിയെ നോക്കി. ഏയ് അഞ്ജു ചേച്ചി, എന്താ ഈ വഴിയൊക്കെ? അഞ്ജുവിൻ്റെ കൈകൾ വിടുവിച്ചുകൊണ്ട് ദേവ് ചോദിച്ചു. അതെന്താ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? ഏയ് കേറി വാ. മുഖത്തെ ഇഷ്ടക്കേട് മറച്ചു വെച്ചുകൊണ്ട് അവളെ അവർ അകത്തേക്ക് ക്ഷണിച്ചു. ആഹാ, അഞ്ജുമോളായിരുന്നോ? പുറത്തെ ശബ്ദം കേട്ട് മായ ഹാളിലേക്ക് വന്നു. ഞാനിവിടെ അടുത്തൊരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാമേ. അഞ്ജുവിൻ്റെ അമ്മയെ വിളി യാമയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദേവനെവിടെ അമ്മേ? അവൾ മായയെ നോക്കിയാണ് ചോദിച്ചെങ്കിലും നോട്ടം ചെന്നെത്തിയത് യാമയിലാണ്. അവൻ റൂമിൽ കാണും മോളെ. അഞ്ജുവിൻ്റെ അത്ര പന്തിയില്ലാത്ത നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് മായ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് വരാം, യാമി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. ഏയ് ഞാൻ പോയി വിളിക്കാം യാമി. ഇത്തവണ മായയുൾപ്പെടെ അവിടെ നിന്നവരിലെല്ലാം ഒരുതരം താല്പര്യമില്ലായ്മ നിറഞ്ഞു. യാമിക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. റിസപ്ഷൻ്റെ അന്നത്തെ കാര്യങ്ങളുമെല്ലാം അവളുടെ മനസ്സിൽ തികട്ടി വന്നു. ഒന്നും നോക്കാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ചായക്കായി വെള്ളം വെച്ചു. നല്ല ബെസ്റ്റ് ഭാര്യ, ആ സാധനത്തിനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് അവക്കായി ചായ ഉണ്ടാക്കുന്നു. യാമിയുടെ പിറകെ വന്ന ദേവ് പറഞ്ഞു. ദേവ് പറഞ്ഞത് കേട്ടെങ്കിലും യാമി പ്രതികരിച്ചില്ല. ചായ ഏകദേശം റെഡിയായി എന്ന് തോന്നിയപ്പോൾ ഒരു കപ്പ് കഴുകി വെച്ചു. ദേവു, ആ സ്റ്റോർ റൂമിൽ മുകളിലത്തെ തട്ടിൽ അങ്ങറ്റത്ത് ഒരു പച്ച കവർ ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ. സ്നാക്സ് വല്ലതും ചേച്ചി? യാമി പറഞ്ഞത് കേട്ട് ദേവു എല്ലാം മറന്ന് ആവേശത്തോടെ ചോദിച്ചു. ഏയ് ഹോർലിക്സ് ആണ്, പോയി എടുത്തിട്ട് വാ. ദേവു അകത്തേക്ക് പോയി പച്ച കവറുമായി പുറത്തേക്ക് വന്നു. ഇതേത് ഫ്ലേവറാണ് ചേച്ചി? ഒരു പ്രത്യേക മണം. ദേവു ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് വിം ഫ്ലേവർ, പുതിയതാ. യാമി പറഞ്ഞത് കേട്ട് ദേവുവിൻ്റെ കണ്ണുകൾ ഉരുണ്ടു. പതിയെ ദേവുവിൽ പൊട്ടിച്ചിരി നിറഞ്ഞു. കപ്പിലേക്ക് പകർന്ന സ്പെഷ്യൽ വിം ഫ്ലേവർ ടീയുമായി യാമിയും ദേവുവും ഹാളിലേക്ക് നടന്നു.